ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മൃതദേഹവുമായി അർദ്ധരാത്രി ബന്ധുക്കളുടെ പ്രതിഷേധമുണ്ടായി. 70-കാരി ഉമൈബ മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥ മൂലമാണെന്നാണ് ആരോപണം. പനി ബാധിച്ച ഉമൈബയെ 25 ദിവസം മുൻപാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ന്യൂമോണിയ മൂർച്ഛിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ വൈകിട്ട് മരണം സംഭവിച്ചു. ഗുരുതരാവസ്ഥയിലായിട്ടും ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ല എന്നാരോപിച്ചാണ് മൃതദേഹവുമായി എത്തി ബന്ധുക്കൾ പ്രതിഷേധിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിട്ടാണ് ഞാൻ സംസാരിക്കുന്ന. ഇത് ഇവിടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നിൽക്കുന്ന പല രാഷ്ട്രീയത്തിൽപ്പെട്ടവരാ. രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല ഈ സംസാരിക്കുന്നത്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ രാഷ്ട്രീയമൊന്നും ഇതിന്റെ മേലെ എടുത്ത് കെട്ടുകയും വേണ്ട. ഇവിടെ ഉമ്മാനെ കൊണ്ടുവന്ന് പനിയുമായിട്ട് കൊണ്ടുവന്ന ഉമ്മാടെ പനി കൂടിയിട്ട് അത് ന്യൂമോണിയ ആയിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? 24 ദിവസമോ 3 പ്രാവശ്യമായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത്. ഇവിടെ മെഡിസിൻ ഡോക്ടർ വളരെയധികം മിസ്ബിഹേവ് എന്നോട് ചെയ്തത്, അക്രമമാണ് ചെയ്തത്. ആരെ നോക്കണം എപ്പോ നോക്കണമെന്നൊക്കെയാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. നട്ടലൂത്തി പരിശോധിക്കാൻ സൂപ്രണ്ട് വിളിച്ച് പറഞ്ഞപ്പോ ഇവിടുത്തെ PG ചോദിക്കണ്ടെന്നറിയാമോ? ഏത് സൂപ്രണ്ട്? ആരെ നോക്കണം എപ്പോ നോക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. സാധാരണക്കാരോട് ഇതാണ് പറയണ്ട. 24 ദിവസം ഞാൻ ഈ ഹോസ്പിറ്റലിലെയും ഇവിടുത്തെ ഡോക്ടർമാർ ഞാൻ സാറിനോട് സംസാരിക്കില്ല. സാറേ, ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ ഉമ്മയെ 3 പ്രാവശ്യം അഡ്മിറ്റ് ചെയ്തു. ഈ ഹോസ്പിറ്റലിനെയും ഇവിടുത്തെ ഡോക്ടർമാരെയും അടിയുറച്ച് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ മുഖം ഇവിടെ പല സ്റ്റാഫിനും അറിയാം, പല പേഷ്യൻസിനും വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് ഓടുന്നതാണ്. എന്റെ ഉമ്മയാണ് കിടക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കും. സൂപ്രണ്ട് ഇവിടെ വന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. HOD അമ്പിളി മേഡം ഒരു പ്രാവശ്യം പോലും എന്റെ ഉമ്മായെ വന്ന് നോക്കിയില്ല. തികഞ്ഞ അവഗണനയും അനാസ്ഥയും എന്ന് പറയുന്ന 2 കൊടും കുറ്റങ്ങൾ കൊണ്ടാണ് എന്റെ ഉമ്മ. ഇത് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ഈ സെക്യൂരിറ്റിമാരുടെ ഉൾപ്പെടെ വീട്ടിലുള്ള ആളുകൾക്ക് ഒരു വയ്യാഴിക വന്നു കഴിഞ്ഞാൽ അതിന് മര്യാദക്കുള്ള ചികിത്സ പലപ്പോഴും കിട്ടാറില്ല. ഞാൻ ഇവിടെ ഈ 1 മാസം കടന്ന് ഓടിയപ്പോൾ പല ആൾക്കാർ ഇവിടുത്തെ പല സ്റ്റാഫും പറഞ്ഞതാ അവരുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തരെ കൊണ്ടുവന്നിട്ട് അവര് വിഷമിച്ചു പോയിട്ടുണ്ട് മക്കളെ എന്ന്. മനസ്സിലായ? ഇതിപ്പോ ഞാൻ എന്റെ ഉമ്മായെ കൊണ്ടുവന്ന് ഇവിടെ ഈ കിടപ്പ് ഇവിടെ കിടക്കുന്നത് എന്താണെന്നറിയാവോ? ഇത് ഈ പറയുന്ന സാധാരണക്കാർക്ക് ഈ ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കോട്ടയത്തും അവിടെ ഇവിടെ ഒന്നും കൊണ്ടുപോകാനുള്ള കെൽപ്പ് ഇവിടെ സാധാരണക്കാർക്കില്ല. ഇവിടുന്ന് എത്ര മരണം നടക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാ മരിക്കുന്നത്, എന്തൊക്കെയാണെന്ന് ആരെങ്കിലും തിരക്കുന്നുണ്ടോ? മര്യാദക്കുള്ള മെഡിസിൻ ഉണ്ടാകുന്ന നോക്കുന്നുണ്ടോ? എന്തേലും പറഞ്ഞ ഉടനെ സർക്കാരിനെതിരെ പറഞ്ഞെന്ന്. സർക്കാരിനെതിരെ ഒന്നുമല്ല, ഞങ്ങൾ പല രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാരാ. ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അവകാശപ്പെട്ട ഞങ്ങളുടെ ചികിത്സ ഇവിടെ കിട്ടണം. മനസ്സിലായില്ലേ? സുരക്ഷിതമായിട്ട് ഇവിടെ സമാധാനത്തെ ജീവിക്കാൻ പറ്റണം. മനസ്സിലായോ? ഇവിടെ ഉമ്മായെ കൊണ്ടുവന്ന് പനിയുമായിട്ട് കൊണ്ടുവന്ന ഉമ്മാടെ പനി കൂടിയിട്ട് അത് ന്യൂമോണിയ ആയിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? 24 ദിവസമോ 3 പ്രാവശ്യമായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത്. ഇവരുടെ അനാസ്ഥയും അവഗണനയും കൊണ്ടാണ് ഈ കിടക്കുന്നത്. ഇത് അറിയിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. സാർ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വിളിച്ച്, സാർ ഓർക്കുന്നുണ്ടോ നട്ടലൂത്തി പരിശോധിക്കാൻ പറഞ്ഞത്? PG വന്നിട്ട് ചോദിച്ചത് ഏത് സൂപ്രണ്ടെന്ന്. സാറിന് പോലും ബഹുമാനം ഇവിടെ കിട്ടത്തില്ലെങ്കിൽ ഈ സാധാരണക്കാരെ ഞാൻ എന്താ ചെയ്യുന്നത്? എന്നെ പെറ്റുപോറ്റിയ ഉമ്മായി കിടക്കുന്ന ഞാനേന്നും പറഞ്ഞ് നടന്ന എന്റെ ഉമ്മായി കിടക്കുന്ന പോരടിച്ച് ഒരു വീട് തട്ടിക്കൂട്ടി എന്നെ അതിനകത്തൊന്ന് സെറ്റിൽ ചെയ്യിച്ചത്. അത്രയും എന്നെ എനിക്ക് വേണ്ടി മെനക്കെട്ട ഉമ്മായി. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, ഈ പ്രതിഷേധം അത് എത്ര മണി വരെ നീണ്ടു? ഒടുവിൽ എങ്ങനെയാണ് പിൻവാങ്ങിയത് ബന്ധുക്കൾ? എൽദോ, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വണ്ടാനം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളാണ് അവിടെ ചികിത്സ തേടിയ ആളുകൾ ഉന്നയിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം പ്രസവത്തിന് ശേഷം അമ്പലപ്പുഴ സ്വദേശിനിയായ ഷിബിന എന്ന പെൺകുട്ടി അവിടെ പ്രസവശേഷം പിന്നീട് അണുബാധയെ തുടർന്ന് മരിച്ചിരുന്നു. ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം ആശുപത്രിയിൽ ഉണ്ടാവുകയും അന്നും ചികിത്സാ പിഴവാണ് അല്ലെങ്കിൽ അനാസ്ഥയാണ് അധികൃതരുടെ മരണത്തിലേക്ക് നയിച്ചതെന്നും പറഞ്ഞിരുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നലെ ഈ വിഷയത്തിലും ഉണ്ടായിട്ടുള്ളത്. അതായത് 25 ദിവസമായി ആശുപത്രിയിൽ തേടിയിരുന്ന ആളാണ് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഉമൈബയുടെ കേസ് ആദ്യഘട്ടം മുതൽ തന്നെ ബന്ധുക്കൾ ആശുപത്രിയിൽ അനാസ്ഥയാണെന്ന രീതിയിൽ നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം ബന്ധപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു. അതായത് 25 ദിവസം ആദ്യം പനിയുമായാണ് ഉമൈബയെ അവിടേക്ക് എത്തിച്ചത്. അതിനുശേഷം അത് പിന്നീട് ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് ന്യൂമോണിയ ആയതെന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അതായത് വേണ്ടത്ര ചികിത്സ ലഭിക്കാതെ വാർഡിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ആ ബന്ധുക്കൾ തന്നെ പ്രതിഷേധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ICUവിലേക്ക് മാറ്റുകയും പ്രത്യേക ചികിത്സ നൽകാനുള്ള ശ്രമം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന്
ഉണ്ടാവുകയും ചെയ്തത്. എന്നാൽ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് മാറ്റിയതിനു ശേഷം പിറ്റേ ദിവസം തന്നെ ഉമൈബയെ കോട്ടയത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ കോട്ടയത്തേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ തന്നെ രോഗിയുടെ അവസ്ഥ ഗുരുതരാവസ്ഥയായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതായത് ഈ മരണം അല്ലെങ്കിൽ മറ്റൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് സംഭവിക്കരുതെന്നുള്ള രീതിയിൽ ബോധപൂർവം അങ്ങോട്ട് മാറ്റിയതാണ് എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഉമൈബ മരിച്ചു. അതിനുശേഷം രാത്രി 12 മണിയോടുകൂടിയാണ് ബന്ധുക്കൾ മൃതദേഹവുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് എത്തിയത്. അവിടെ 1 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിന് ശേഷം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അബ്ദുൽ സലാം എത്തി പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാമെന്നും അന്വേഷിക്കാമെന്നും ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധുക്കൾ മൃതദേഹവുമായി പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ ദിവസം ഈ ഷിബിന എന്ന പെൺകുട്ടി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭർത്താവ് അൻസറും ഇത് സമാനമായ രീതിയിൽ ആശുപത്രിയിൽ ഉണ്ടായ വീഴ്ചയാണെന്നും ഈ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് അണുബാധ ഉണ്ടായതെന്നാണ് അന്ന് കുടുംബം ആരോപിച്ചത്. മാത്രമല്ല അണുബാധയെ തുടർന്ന് പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സ തേടുകയും അവിടുന്ന് ഐസിയുവിൽ നിന്നും ഐസിയു ബെഡ് ഒഴിവില്ലാത്തതിനെ തുടർന്ന് പൂർണ്ണമായും രോഗം മാറാതെ ഷിബിനയെ വാർഡിലേക്ക് മാറ്റിയെന്നായിരുന്നു അൻസർ കുടുംബവും ഉന്നയിച്ചത്. വാർഡിലേക്ക് മാറ്റിയതിനു ശേഷം രണ്ടാമത്തെ ദിവസമാണ് രോഗം മൂർച്ഛിക്കുകയും ഷിബിന പിന്നീട് മരണത്തിലേക്ക് പോവുകയും ചെയ്തത്. അത്തരത്തിൽ ഈ പൂർണ്ണമായ രോഗം മാറുന്ന സാഹചര്യം പോലും കണക്കിലെടുക്കാതെ ഡോക്ടർമാർ സാധാരണക്കാരായ നിർധനരായ രോഗികളെ വാർഡിലേക്ക് അടക്കം മാറ്റുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. ഈ കേസിൽ തന്നെ ഉമൈബയുടെ കേസിൽ തന്നെ അവർ പറഞ്ഞത് അവിടെ പനിയുമായി എത്തിയ രോഗി പിന്നീട് അവിടെ വെച്ച് തന്നെയാണ് ന്യൂമോണിയ സ്റ്റേജിലേക്ക് പോകുന്നതും പിന്നീട് വേണ്ടത്ര ചികിത്സ ന്യൂമോണിയയിലേക്ക് കടക്കുന്ന ഘട്ടത്തിലും വാർഡിൽ തന്നെ ഇടുകയും ക്രിട്ടിക്കലായിട്ടും അതിനെ ആ രീതിയിലുള്ള പരിചരണം ലഭ്യമായിട്ടില്ല എന്നുള്ളതുമാണ് ആ കുടുംബം ആരോപിക്കുന്നത്. കുടുംബത്തിന്റെ നിർബന്ധത്തെ തുടർന്നാണ് പിന്നീട് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് വിദഗ്ധ ചികിത്സക്കായി മാറ്റുന്നത് എന്നുള്ളതാണ്. പക്ഷെ അവിടെയും 1 ദിവസത്തിന് ശേഷം ഉമൈബയെ ഡിസ്ചാർജ് ചെയ്യുകയും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം എൽദോ അറിയാമല്ലോ, മറ്റ് ആശുപത്രികളൊന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. സാധാരണക്കാരായ ജനങ്ങൾ, തീരദേശത്തുള്ള ജനങ്ങൾ അവർക്കൊക്കെ ആശ്രയിക്കാൻ ആകെയുള്ളത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജാണ് എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വന്നാൽ പോകാനുള്ള സാഹചര്യം അവിടെ മാത്രമാണ് ഉള്ളത്. ബാക്കിയുള്ള ആശുപത്രികളൊന്നും അത്ര വലിയ ആശുപത്രികളോ മറ്റു സംവിധാനങ്ങളോ ഒന്നുമില്ല. എല്ലാ സുരക്ഷയും കിട്ടേണ്ടത് അവിടെയാണ്. പക്ഷെ അവിടെ വേണ്ടത്ര ഇത്തരത്തിൽ ഒരുപാട് ബ്ലോക്കുകൾ കഴിഞ്ഞ ദിവസം MIC അടക്കം അടച്ചിട്ടത് അവിടെ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് എന്നുള്ള പേരിലാണ്. അത്തരത്തിൽ ICU ഇല്ല അല്ലെങ്കിൽ വെന്റിലേറ്റർ സംവിധാനം ഇല്ല എന്ന് പറഞ്ഞ് ഇവർ രോഗികളെ ഒഴിവാക്കുമ്പോഴും പല ബ്ലോക്കുകളും സംവിധാനങ്ങൾ ഉൾപ്പെടെ അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ നിരന്തരം പ്രശ്നങ്ങൾ ഉയർന്നിട്ടും ഇതിനകത്ത് ഒരു പരിഹാരം കാണാനോ ഈ വിഷയങ്ങളിൽ കൃത്യമായ നടപടി സ്വീകരിക്കാനോ ആരോഗ്യ വകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞ രാത്രി മൃതദേഹവുമായി അവിടെ ചികിത്സ തേടിയിരുന്ന കുടുംബത്തിന് പ്രതിഷേധിക്കേണ്ടതായി വന്നത്. എൽദോ, ശരണി, ഈ ബന്ധുക്കൾ നേരത്തെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു, ചികിത്സാ പിഴവ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അന്ന് എന്താണ് അവർ വിശദീകരിച്ചത്? ഈ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് തന്നെയാണോ അവർ ഈ മാധ്യമങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചത്? ഇതിനകത്ത് കഴിഞ്ഞ ദിവസമാണ് ഇവരെ കോട്ടയത്തേക്ക് രോഗിയെ മാറ്റുന്ന ദിവസമാണ് ഇവർ മാധ്യമപ്രവർത്തകരോട് ഇത്തരത്തിലൊരു സംഭവമുണ്ട് എന്നുള്ള കാര്യം ഇവർ പറയുന്നത്. പക്ഷേ നമ്മൾ ആശുപത്രി അധികൃതരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ പറയും ന്യൂമോണിയ സ്റ്റേജിൽ ഇതിന് മുമ്പ് തന്നെ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ന്യൂമോണിയ ബാധിതയായ ഒരാൾക്ക് എന്ത് ചികിത്സ നൽകി എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു മറ്റ് സപ്പോർട്ടുകളോ ICU കെയറോ ഒന്നും കൊടുക്കാനായി കഴിഞ്ഞില്ല. അതിനകത്ത് ആശുപത്രി അധികൃതരുടെ കാര്യം പറഞ്ഞാൽ നിലവിലത്തെ സംവിധാനത്തിനകത്ത് വരുന്ന കേസുകളുടെ എണ്ണവും വളരെ കൂടുതൽ എന്നുള്ളതാണ്. കാരണം നിരവധി കേസുകൾ ഒറ്റ ആശുപത്രി മാത്രമാണ് ഈ രംഗത്ത് ഉള്ളതും അത് മാത്രമല്ല എല്ലാ കെയറും കിട്ടുന്ന ഒരു ആശുപത്രിയായി ഉള്ളത് ഈ സർക്കാർ മേഖലയിലുള്ള വണ്ടാനം മെഡിക്കൽ കോളേജ് മാത്രമാണ് ആലപ്പുഴയിലുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന കേസുകളുടെ എണ്ണവും വളരെ കൂടുന്നു എന്നുള്ളതാണ്. പലപ്പോഴും സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ നിസ്സഹായരായി നിൽക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. അതിനകത്ത് സർക്കാർ തലത്തിൽ കൂട്ടിയിട്ടിരിക്കുന്ന ബ്ലോക്കുകളോ അല്ലെങ്കിൽ മുഴുവൻ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനോ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കേസ് ഉണ്ടായാൽ തന്നെ അതിന്റെ ഒരു ചെറിയ രീതിയിൽ തന്നെ അതിനൊരു മാറ്റം വന്നാൽ ഉടൻ അവരെ വാർഡിലേക്ക് മാറ്റുക അല്ലെങ്കിൽ മതിയായ രീതിയിലുള്ള കെയർ കിട്ടുന്നില്ല പേഷ്യൻസിന് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് അത് മാത്രമല്ല ഈ ഡോക്ടർമാർ അടക്കമുള്ള
ആളുകൾ രോഗികളോട് പെരുമാറുന്ന രീതിയും വളരെ മോശമാണ് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തെങ്കിലും ഒരു ആരോപണം ഡോക്ടർമാർക്കെതിരെയോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് ജീവനക്കാർക്കെതിരെയോ ഉയർന്നു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുക തന്നെ ഇവരുടെ ഡോക്ടർമാരടക്കമുള്ള ആളുകൾ ഭൂരിപക്ഷമുള്ള ഒരു സമിതിയാണ് ഇത് അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഒരു പോലീസ് കേസുമായി ബന്ധപ്പെട്ട് പോയാൽ പോലും ഈ സമിതിയുടെ അന്വേഷണത്തിന് ശേഷമാണ് പോലീസ് എഫ്ഐആർ ഇടുന്ന കാര്യത്തിൽ പോലും തീരുമാനമാകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഒരു പരാതിയുമായി ചെന്നാൽ ഈ ഒരു ബോർഡിന്റെ തീരുമാനത്തിന് ശേഷം മാത്രമാണ് അത്തരത്തിൽ എഫ്ഐആർ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും വകുപ്പുകളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഡോക്ടർമാരുടെ സമിതി എത്ര കേസുകൾ ഡോക്ടർമാർക്ക് പിഴവ് വന്നിട്ടുണ്ട് എന്നത് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് വളരെ കുറവെന്ന് തന്നെ നമുക്ക് പറയാം. വളരെ കുറവെന്നല്ല, അങ്ങനെ ഒരു കേസ് വളരെ റെയറായി മാത്രമാണ് അത്തരത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്ത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ആ ഒരു നീതി പൂർണ്ണമായി സാധാരണക്കാർക്ക് കിട്ടുന്നില്ല എന്നുള്ള ആരോപണമാണ്. ഇപ്പോഴും ഈ ഷിബിനയുടെ കേസിൽ പോലും അൻസർ അവിടെ ഉള്ളത് 38 ദിവസം മാത്രം പ്രായമുള്ള ഒരു സാധാരണ കുഞ്ഞാണ്. കോഴിക്കോട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഇന്നലെ ഒരു പ്രതിഷേധം. അത് ബന്ധുക്കൾ മൃതദേഹവുമായി എത്തി. ഏതാണ്ട് രാത്രി 1 മണി വരെ ആ പ്രതിഷേധം നീണ്ടു. ഏറ്റവും ഒടുവിൽ സൂപ്രണ്ടെത്തി വേണ്ടതുപോലെ പരിശോധിക്കാമെന്നുള്ള ഉറപ്പ് ലഭിച്ച ശേഷമാണ് അവർ പിൻവാങ്ങിയത്. ഉമൈബ എന്ന 70-കാരിയുടെ മരണമാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിച്ചത്. വേണ്ട രീതിയിൽ അത് പരിഗണിച്ചില്ല, ചികിത്സ നൽകിയില്ല. രോഗം ബാധിച്ചെത്തിയ ആ വയോധികയെ വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ല എന്നുള്ളതാണ് മകൻ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ ഉന്നയിക്കുന്നത്.